നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കിരണും ചന്ദ്രസേനും രൂപയൊക്കെ. അവര് സംസാരിക്കണ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞു, മോനെ സൂക്ഷിക്കണം, കാരണം ആ ഗംഗാപ്രസാദ് അപകടകാരിയാണ്. അവനാണോ ഇതിന്റെ പിന്നിലെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു സാധാരണ മരണമാണോ കൊലപാതകമാണോ എന്നും അറിയില്ല എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയില്ല അച്ഛാന്ന് പറയാണ്. ദൈവമേ, ഒരു കാരണവശാലും ഈ ബന്ധം ഇനി പോവാതിരുന്നാൽ മതിയായിരുന്നു. ഈ ബന്ധം പോയിട്ടുണ്ടെങ്കിൽ കാർത്തേക്ക് ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഇനി കിട്ടാനില്ല. അത്ര നല്ല പയ്യനായിരുന്നു ദിലീപ്. അപ്പോഴേക്കും രൂപ പറഞ്ഞു, നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ചന്ദ്രേട്ട കാര്യങ്ങള്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതാ എനിക്കൊരു പേടി. ഈ പറയുന്ന ഗംഗാപ്രസാദ് കാരണമാണ് ദിലീപിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ അമ്മ സമ്മതിക്കോ? ഇനിയിപ്പോ കാർത്തിക് ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവർ ഈ ബന്ധത്തിൽ നിന്ന് മാറാനായിട്ട് ദിലീപിനെ നിർബന്ധിച്ച, പക്ഷെ ദിലീപിന്റെ ഒറ്റ തീരുമാനത്താലാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ എത്തിയത്. അപ്പോഴേക്കും രൂപ പറഞ്ഞു, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് കരുതി കാണത്തില്ല. ഇത് കേട്ടതും ചന്ദ്രസേനൻ പറഞ്ഞു, അവനാണല്ലോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരണ സമയത്ത് അവിടെ വേലും കല്യാണിയൊക്കെ സംസാരിച്ച് നിൽക്കുന്ന കണ്ടു. അവർക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാർത്തികേയനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് അറിയത്തില്ല. അപ്പൊ കാർത്തികയുടെ അടുത്ത് കാദംബരി മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കല്യാണി അമലും വേലും ഒക്കെ മാറിയെന്ന് സംസാരിക്കണേ. കാരണം അവർക്ക് നല്ല വിഷമമുണ്ട്. വേലു പോയി കല്യാണിയോട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പൊ അവനായിരിക്കുമോ, ഗംഗാപ്രസാദ് ആയിരിക്കുമോ ഇത് ചെയ്തിരിക്കുന്നേ? അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അറിയത്തില്ല വേലു, ആരാ ചെയ്തേ, എങ്ങനെയാ എന്താന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എനിക്ക് തോന്നുന്നു മിക്കവാറും അവനാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു സാധാരണ മരണം അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ ഇതിന്റെ പിന്നിൽ അവനായിരിക്കും, അത് നമുക്ക് ഉറപ്പിക്കാന്ന് പറയണം. കല്യാണി പറഞ്ഞു, അങ്ങനെ ഉറപ്പിക്കാനായിട്ട് പോലീസ് റിപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഈ സമയം വേലു പറഞ്ഞു, അങ്ങനെ എന്തേലും ആണെങ്കിൽ വിടില്ല സാറേ, അവനെ ഒരു കാരണവശാലും ജീവിക്കാനായിട്ട് വിടില്ല. എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി സാറ്, പിന്നെ ഒന്നും ചെയ്യണ്ട. ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്ത് അവനെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഞാൻ കത്തി കരുതിക്കൊണ്ടാ നടക്കണേ. എപ്പോഴും ഏത് നിമിഷം വേണേലും അവൻ മുന്നോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാൻ പാകത്തിന്. അമല് പറഞ്ഞു, എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൈ കിട്ടിയിട്ടുണ്ടോ ഞാൻ അവനെ തീർക്കൂന്ന് പറയണം. അവന് എന്നെ ഇത്രയും കാലം കൂടി ചതിച്ചവൻ, അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അമലും ദേഷ്യപ്പെടുവാണ്. അവർക്കും നല്ല വൈരാഗ്യബുദ്ധി തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നീട് കല്യാണി കിരണിനോട് പറഞ്ഞു, അല്ല കിരണേട്ടാ, ഈ പറയുന്ന ദിലീപിന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി അവനാണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലോ. കിരൺ പറഞ്ഞു, അത് ശരിയാ, ആ ഡോക്ടറോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ദിലീപിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ദിലീപിനെ വിളിച്ചു. ദിലീപ് പറഞ്ഞു, ബോഡി ഇതുവരായിട്ടും വിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ ദിലീപിനെ സമാധാനിപ്പിച്ചു. പിന്നീട് കല്യാണിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കല്യാണി നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ കല്യാണിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഒരുങ്ങി റെഡിയാവുകയാണ്. ഈ സമയത്താണ് സരയും ഒക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. അപ്പൊ അവര് കല്യാണത്തിന് പോവാനായിട്ട് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് സരയു ശാരി ഈ കാര്യങ്ങളൊക്കെ അറിയണേ, ദിലീപിന്റെ അച്ഛൻ മരിച്ചു പോയെന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും ഇതിന്റെ പിന്നില്, ആ ഗംഗാപ്രസാദ്. ശാരി പറഞ്ഞു, അല്ല മോളെ, അതിപ്പോ അറ്റാക്കാന്നല്ലേ പറഞ്ഞേ, അറ്റാക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചിലപ്പോ അവൻ തീർത്താണെന്ന് ആര് കണ്ടു. പിന്നീട് അവര് കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാർത്തികയുടെ അടുത്ത് എന്നിട്ട് കാർത്തികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരൊക്കെ ചെന്ന് സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞാലും പോയ ആള് പോയില്ലേ. ഇനി ഇതിന്റെ പേര് തകരാൻ പോകുന്ന കാർത്തികയുടെ ജീവിതമാണ്. കാർത്തികയ്ക്ക് മനസ്സിലായി തനിക്കിനി ഒരിക്കലും ഒരു കല്യാണം ഉണ്ടാകത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ദിലീപേട്ടനോടൊപ്പമായിരുന്നു. ഇനിയിപ്പോ ദിലീപേട്ടന് ഒരിക്കലും തന്റെ കഴുത്തിൽ താലി ആർത്തില്ല. ദിലീപേട്ടന്റെ അമ്മ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട. പക്ഷേങ്കില് കൂടെ നിന്നവരെല്ലാരും ആശ്വസിപ്പിച്ചു, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലോ മോളെ നമ്മള്, പിന്നെ മോള് വിഷമിക്കൊന്നും വേണ്ട, ഇത് ഒരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നല്ലേ പറഞ്ഞത്, അങ്ങനെ ആശ്വസിച്ചാൽ മതി, അവൻ കാരണമല്ലല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ബന്ധം നടക്കൂന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെയല്ലേ അവർക്കും പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പൊ ഗംഗാപ്രസാദ് ചെയ്താണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് കിരണും കല്യാണിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ ദിലീപും ഫ്രണ്ട്സും ഒക്കെ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, ഇല്ല ഇതുവരെയായിട്ടും ബോഡി കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഡോക്ടർ എന്ത് പറഞ്ഞെന്നൊക്കെ കിരൺ ചോദിക്കുക.
ഡോക്ടർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. സംശയം ഉണ്ടെന്നോ? സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞേ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആളുടെ ജീവൻ പോയായിരുന്നല്ലോ കിരണേട്ട. അതുകൊണ്ട് എന്താ എങ്ങനെയാന്നും അറിയത്തില്ല. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞൊരു അല്ല, അപ്പത്തേക്കും കിരണും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടർ ഒന്ന് കയറി കാണാന്ന് പറയണം. അങ്ങനെ കിരണും ദിലീപും കൂടെ ഡോക്ടറെ കാണാനായിട്ട് കയറി. പിന്നെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം, എന്താ സംഭവിച്ചേ. കാരണം ദിലീപിനാണെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഡോക്ടറോട് വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അച്ഛൻ്റെ കണ്ടീഷൻ, പിന്നെ മരിച്ചു കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു ടെൻഷന്, ഇനി എങ്ങനെയാവും എന്താവും, അമ്മയോട് ഈ കാര്യങ്ങൾ എങ്ങനെ പറയും, ഇതറിഞ്ഞു കഴിയുമ്പോൾ അമ്മ എന്ത് ചെയ്യും, അതൊക്കെ ഓർത്തിട്ടുള്ള ബുദ്ധിമുട്ട്. ഇന്നലെ വരെ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന ആളാ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായെന്ന് അറിഞ്ഞ് ഇപ്പം ദിലീപൻ താർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറോട് കയറിയിട്ട് കിരണാണ് സംസാരിക്കുന്നത്. കിരൺ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതെ, ഇത് കണ്ടിട്ട് ഒരു സാധാരണ മരണമാണെന്ന് തോന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ. അല്ല, മരിച്ചു കിടക്കുന്നതല്ലേ നിങ്ങൾ കണ്ടത്. അതെ, മരിച്ചു കിടക്കുന്ന കണ്ടത്. മിക്കവാറും നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും മുറി കയറിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഇത് ആദ്യം ഞങ്ങൾ വിചാരിച്ചു അറ്റാക്ക് ആയിരിക്കും എന്ന് ഓർത്തെ. പക്ഷെ വീണ്ടും വിദഗ്ധമായിട്ട് പരിശോധന നടത്തിയപ്പോഴും മനസ്സിലായത് അറ്റാക്കിൻ്റെതായുള്ള ലക്ഷണങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരണിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ടായി. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, അല്ല ഡോക്ടർ, അത് പിന്നെ മുറിയിൽ ആരും കയറിയതിൻ്റെതായ ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും പറയാൻ പറ്റില്ല, കല്യാണ വീടല്ലേ, ആര് കയറി എങ്ങനെ കയറിയെന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്താലേ മതിയാവുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം മരണകാരണം അറിയാണല്ലോ, എന്ത് കാണിച്ചിട്ടാന്ന്. ഒടുവിൽ ദിലീപിനെയും വിളിച്ചോണ്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദിലീപിന് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കല്യാണിയൊക്കെ ചെന്നിട്ട് ചോദിച്ചു, എന്തായി കിരണേട്ട, ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴാണ് കിരൺ ആ കാര്യം പറയുന്നത്. ഡോക്ടർക്ക് സംശയമാണ്, മരണ കാരണം ഒരു കൊലപാതകമാണോന്ന്. കൊലപാതകോ? അതെ, ഡോക്ടർക്ക് സംശയമുണ്ട് കല്യാണി. അങ്ങനെയാണെങ്കിൽ ഇത് അവനായിരിക്കും, ഗംഗാപ്രസാദ്. അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു, അല്ല കിരണേട്ട, എന്തിനാ അവൻ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും നിന്നെയാണോ ടാർഗറ്റ് ചെയ്തതെന്ന് അറിയത്തില്ലോ ദിലീപേ. ദിലീപ് പറഞ്ഞു, അല്ല അത് പിന്നെ ഇന്നലെയാണെങ്കിൽ സംശയിക്കത്തക്കതായ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വൈകുന്നേരം ഹോട്ടലിലേക്ക് പോയി, എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആഘോഷിക്കാനായിട്ട്. ആ സമയം ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം അച്ഛനും അമ്മയും ഉറങ്ങാനായിട്ട് മുറിയിലേക്കൊക്കെ പോയത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവനെവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പം രേണുവാൻറ്റി പുറത്തിറങ്ങിപ്പോയ സമയത്ത് വെളുപ്പിനാണോ സംഭവിച്ചതെന്ന് അറിയില്ല. അവനവിടെ പാത്തിരുന്നിട്ട് ആ സമയത്ത് വന്നിരുന്ന് ചെയ്താണോന്ന് അറിയില്ലല്ലോ. ദിലീപ് തോന്നി ചിലപ്പോൾ ശരിയായിരിക്കും. അങ്ങനെ എന്താണെങ്കിലും പറയാൻ പറ്റില്ല. തന്നെ കിട്ടാത്തതിന്റെ വാശിക്ക് അവൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി തന്റെ അച്ഛനെ തീർത്താണോ എന്നൊരു ചിന്തയൊക്കെ ദിലീപിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ദിലീപിനും വിശ്വസിക്കാൻ പറ്റിയില്ലത്. ആ സമയം കിരൺ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൻ അപകടകാരിയാന്ന്. ചിലപ്പോൾ കല്യാണം മുടക്കാനായിട്ട് ഏത് വിധേന അവൻ ശ്രമിച്ചെന്നിരിക്കും. ഇപ്പൊ കല്യാണം മുടങ്ങിയില്ലേ, അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞ. കാർത്തികയുടെ കഴുത്തിൽ ദിലീപ് ഒരിക്കലും താലി ചാർത്തരുത്, അതിനു വേണ്ടിയിട്ടാ അവൻ ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു, എന്റെ കല്യാണം നടന്ന് കാണാനായിട്ട് അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കല്യാണം വേണ്ട ഇപ്പോഴെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ കാർത്തികയുടെ വിവാഹാലോചന വന്നതിന് ശേഷം കല്യാണം വേണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചേ. ഇന്നലെയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത. അച്ഛനും അമ്മയ്ക്കും നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന്. ഒടുവിൽ എനിക്കല്ലല്ലോ കിരണെ ആപത്ത് സംഭവിച്ചേ. ഇപ്പൊ കണ്ടില്ലേ, എൻ്റെ അച്ഛനല്ലേന്ന് ചോദിക്കുവാണ്. ഇനി ഞാൻ അമ്മയോട് എന്ത് ചെന്ന് പറയും, എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ദേ ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോയിക്കോ, ഇപ്പൊ തൽക്കാലത്തേക്ക് ദിലീപ് വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, ഏയ് അത് ശരിയാകത്തില്ലെന്ന് പറയണം. ആ സമയം കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി വിട്ട് കിട്ടത്തില്ലല്ലോ. അമ്മയുടെ അടുത്തേക്കല്ല, അമ്മയെ ചെന്ന് ആശ്വസിപ്പിക്കുക, ചിലപ്പോൾ അമ്മ ആകെപ്പാടെ തകർന്നു പോലെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്ന് ചോദിച്ചു. ദിലീപിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അമ്മയോട് ഈ കാര്യം എങ്ങനെ പറയും, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഒരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ടും കുറ്റപ്പെടുത്തും എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ പിന്നീട് ദിലീപിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരണിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കിരണേട്ടാ എന്തായാലും വിവാഹം നടക്കില്ലെന്നുള്ള കാര്യം ഉറപ്പായെന്ന് പറഞ്ഞു. അതെന്താ കല്യാണി അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ വീട്ടുകാർ സമ്മതിക്കോ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ എല്ലാവരും പറയും ഒരു പക്ഷേ കാർത്തികേച്ചിയുടെ ജാതകദോഷം കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന്. കാർത്തികേച്ചി അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത് കയറാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അപകടം സംഭവിച്ചില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വിവാഹാലോചന വേണ്ടെന്ന് തന്നെ പറയത്തുള്ളൂ.
ഇനി എൻ്റെ ചേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇന്ന് കരയുവാണ്. കല്യാണിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലാതെ കിരൺ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.